ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണു, പ്രതീക്ഷിക്കണു. ധുരന്തർ ധുരന്തർ ദ റിവെഞ്ച്. ഈ സിനിമയെ കുറിച്ചിട്ട് എന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഒപ്പീനിയൻ വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഭീകര എക്സൈറ്റ്മെന്റിലാണ് ഇരുന്ന് സംസാരിച്ചത്. അതായത് പടം കഴിഞ്ഞ് വന്ന ഉടനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. സോ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ഈ എക്സൈറ്റ്മെന്റ് മാത്രമായി പോയി. പിന്നെ ആകെ രൺവീർ സിംഗിനെ കുറിച്ച് മാത്രമേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞുള്ളൂ. സോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ആക്ച്വലി വന്നത്. സോ ആദ്യം തൊട്ടൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ഒരു സന്തോഷത്തിന് പടം ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ഗംഭീര പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര പടം, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ആരും തിയേറ്ററിന്ന് ഇത് മിസ്സാക്കരുതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നഷ്ടമായിരിക്കും, ഭയങ്കര നിരാശയായിരിക്കും. 4 മണിക്കൂറുണ്ട് ഈ പടം. 4 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര പരിപാടിയില്ലടോ. അതായത് നമ്മള് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. നമ്മള് തിയേറ്ററിന്റെ അകത്ത് കയറി 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഇരിക്കണ്ടേ? ഇത് ഇരുത്തുക എന്ന് പറയുന്നത് പണി അറിയാവുന്നവനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ചെറുതായിട്ടൊന്നും അറിഞ്ഞാൽ പോരാ പണി. ഭീകര ലെവലില് പരിപാടി അറിയണം. അത് ഈ ആദിത്യധറിന് അറിയാന്നുള്ളത് ഓൾറെഡി ദുരന്തർ ഇറങ്ങിയ സമയത്ത് തന്നെ തെളിയിച്ചതാ. അതായത് സ്ക്രിപ്റ്റിംഗ് അത്രയും ഡെപ്ത് ഉള്ളതായിരിക്കണം, ഡീപ്പായിരിക്കണം, എടുത്ത് വെക്കുന്നത് ആ ലെവലിലേക്ക് ആയിരിക്കണം. ഹാപ്പനിങ്സ് കൊണ്ടുള്ള ഈ ഒരു കളികളാ. മ്യൂസിക്, എവറിത്തിങ് ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള പരിപാടി. അതായത് ദുരന്തർ കാണാൻ വേണ്ടി പോയ സമയത്ത് അത് 3.5 മണിക്കൂറിന്റെ മേളിലുണ്ട് ആ പടം. 3.5 മണിക്കൂർ കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് എനിക്ക് മതിയാവാത്ത ഫീൽ ആയിരുന്നു. അതായത് 2 മണിക്കൂർ കൂടി ഇട്ടുക. അതായത് ദുരന്തർ 2 കൂടി ഇതിന്റെ കൂടെ കിട്ടോ അതും കാണാം എന്നുള്ള മൂഡിലായിരുന്നു എന്റെ ഒരു മാനസികാവസ്ഥ. കാരണം അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നത്, അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സും എല്ലാം ആ ലെവലിലാണ് അവര് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ദുരന്തറിന് ആ ഫീലാ കിട്ടിയത്. അത് 3.5 മണിക്കൂർ കിട്ടിയ ഫീലാ അത്. അതിനുശേഷം 4 മണിക്കൂറിന്റെ പടമാണ് ദുരന്തർ ദ റിവെഞ്ച്. 4 മണിക്കൂർ പറഞ്ഞ നിസാറാണോ? എടാ, 4 മണിക്കൂർ പോയതറിഞ്ഞില്ലെന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രേക്ഷകൻ എനിക്കിതൊരു അത്ഭുതമാണ്. കാരണം 4 മണിക്കൂർ എടോ, ഒരു ഒരു 10 സെക്കൻഡ് പോലും മൊബൈൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ മാറി പോകുന്നില്ല. നമ്മൾ പടം തുടങ്ങുന്നു, നമ്മൾ പടത്തിലേക്ക് ഇന്നാവുന്നു, പിന്നെ അതിലേക്ക് മുഴുകി അങ്ങനെ ഇരിക്കുക. പിന്നെ ഇന്റർവെല്ലിന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിന്റെ ആ മൂഡിലായിരിക്കണേ. പിന്നെയും കേറിയിട്ട് നമ്മൾ വീണ്ടും ആ ഒരു വേൾഡിലേക്ക് ആക്ച്വലി പോവാണ്. അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആക്ച്വലി ഉണ്ട്. അത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. സീരിയസ്ലി, ഞാൻ കഴിഞ്ഞ ഒപ്പീനിയൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ എം റെഡി ടു സ്പെൻഡ് മണി ടു വാച്ച് ദിസ് മൂവി അഗെയിൻ. എനിക്ക് കുഴപ്പമില്ല. എനിക്കിത് 1-2 തവണ കൂടിയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഞാൻ വീണ്ടും ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ബിക്കോസ് ഹജ്ജാദി ഭീകര എക്സ്പീരിയൻസ്. ചിലപ്പോ ഞാനിത് പറയുമ്പോ ഈ സിനിമ പ്രോപ്പഗാൻഡയാണ്, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് സംഖ്യ ആയതുകൊണ്ട്, സംഖ്യ ചായ്വുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ വരുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പറയുന്നവര് പറഞ്ഞോ, നോ ഇഷ്യൂസ്. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയം കേട്ടിട്ട് അതിനെ അങ്ങനെ തടയേണ്ട പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അജാതി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. 4 മണിക്കൂർ തട്ടിക്കൂട്ടി. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ തട്ടിക്കൂട്ട് പോലെയൊക്കെ ആക്കി വെക്കാം, അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും മൊത്തം ഓവറോൾ 4 മണിക്കൂർ പടത്തെ ഒരേ റേഞ്ചിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര പരിപാടിയാണെന്ന് പറയാണ്ട വയ്യ. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് ആ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് മതിയാവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ പല 2.5 മണിക്കൂർ പടം അല്ലെങ്കിൽ 2 മണിക്കൂർ പടമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്ന് മാറിപ്പോവും. നമ്മൾ മൊബൈൽ നോക്കാറുണ്ട്,
അല്ലെങ്കിൽ നമുക്ക് ഏയ് ഇങ്ങനെ ഒരു സാധനം തോന്നലുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഹിന്ദി പടം വന്നിട്ട് ഹിന്ദി പടം വന്നിട്ട് ഇവിടെ മലയാളി ഓഡിയൻസ്, ഭാഷ അറിയാത്ത ആൾക്കാരടക്കം പോയിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിതൊരു ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. എനിക്കിതൊരു മാജിക് ആയിട്ടാണ് ആക്ച്വലി തോന്നുന്നത്. അത് ആദിത്യ ധറന്റെ മിടുക്ക് തന്നെയാണ്, മിടുക്ക് തന്നെയാണ്. അതായത് എന്താ പറയാ, ഇത് കത്തുന്നല്ല, ഇത് ഓൾറെഡി കത്തി. ഇത് വേറെ ലെവലിലേക്ക് പോകാനുള്ള ലക്ഷണമാണ് ഞാൻ ആക്ച്വലി കാണുന്നത്. കാരണം അമ്മാതിരി ബുക്കിംഗ്. ബുക്ക് മൈ ഷോയിൽ മണിക്കൂർ കണക്കിനുള്ള കളിയല്ലേ ഞാൻ പറയുന്നത്. അത് ഓഫ് കോഴ്സ് ഉണ്ടാവും ഇല്ലേ, നമുക്ക് മൊത്തത്തിലുള്ള ബുക്കിംഗ് ആണ് അതിന്റെ അകത്ത് കാണിക്കുന്നത്, മണിക്കൂർ കണക്കിനുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ നോക്കുന്ന സമയത്ത്, എന്റെ ഡിസ്ട്രിക്റ്റിൽ നോക്കുന്ന സമയത്ത് പാലക്കാട് തന്നെ ഇവിടെ ഹൗസ്ഫുൾ ആണ്. 5 മണിത്തെ പ്രീമിയർ ഷോയിന് 5 മണി ഹൗസ്ഫുൾ ആയിരുന്നു ഇറക്കിയ തിയേറ്ററുകളിലെല്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അടുത്ത ഷോയിന് ഹൗസ്ഫുൾ ആണ്. ഇപ്പൊ ബുക്ക് മൈ ഷോ എടുത്തിട്ട് അടുത്ത ദിവസങ്ങളിൽ ഉള്ള നോക്കുന്ന സമയത്ത് അപ്കമിങ് ഡേയ്സിലുള്ള ഓൾറെഡി ഫില്ലാണ്. ആൾക്കാര് ആ ആവേശത്തിലാണ് നിൽക്കണേ. ദുരന്തർ വന്ന സമയത്ത് ഞാൻ പോലും ലേറ്റ് ആയി കാണാൻ. ഞാൻ ഏകദേശം 1-2 ആഴ്ച മറ്റേ കഴിഞ്ഞിട്ടാണ് ദുരന്തർ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം നല്ലൊരു തിയേറ്ററിൽ വന്നിട്ട് കാണാന്നുള്ളൊരു മൂഡിലായിരുന്നു. ഞാൻ അപ്പൊ പോയി കാണുന്ന സമയത്ത് പോലും ഫുള്ളായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു 1-2 ആഴ്ചയോളം ഇവിടെ പടം ഓടിയിട്ടുണ്ട് ദുരന്തർ അതേ ഹൗസ്ഫുൾ ലെവലില്. ഇപ്പൊ 2 റിവെഞ്ച് വരുന്ന സമയത്ത് ദുരന്തർ 1 തിയേറ്ററിൽ മിസ്സാക്കിയ ആളുകൾ ഇത് ഒരു കാരണവശാലും മിസ്സാക്കാൻ വയ്യ. അല്ലെങ്കിൽ ഇത് നഷ്ടമാണ് മിസ്സാക്കിയതെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് ദുരന്തർ ഫസ്റ്റ് പാർട്ടിന് ഇവിടെ നാട്ടില് എന്താണ് ഫസ്റ്റ് ഡേക്ക് കിട്ടാത്ത ഒരു റഷ് ഇപ്രാവശ്യം ഫസ്റ്റ് ഡേ റഷ് വന്നിട്ടുണ്ട്. OTT-യിൽ പോലും കണ്ടിട്ട് ആൾക്കാർക്ക് അജാതി എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത് ദുരന്തർ. അപ്പൊ അത് കണ്ടിട്ട് തിയേറ്ററിൽ പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. ശരിക്കും പറഞ്ഞിട്ട് മതിയാവുന്നില്ല. ഞാൻ വീണ്ടും പറയാം, രൺവീറിന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയാം. രൺവീർ അളിയാ എന്ത് പെർഫോമൻസ് ആടോ, ബ്രില്യന്റ് ആക്ടർ. അയാളൊക്കെ ഓൾറെഡി തെളിയിച്ചിട്ടുള്ള ആളാണ്, അയാളുടെ ആക്ടർ റേഞ്ച് എவ்வளോ ഇருக்கு എന്നുള്ളത്. ബട്ട് ദുരന്തർ ലെവലിലേക്ക് വരുന്ന സമയത്ത് 1 and 2 മോനെ ഓറ, സ്വാഗ്, ആക്ടിങ് ലെവലാണ്. ലെവല് എന്ന് പറയാം ജാതി. മാധവൻ മോനെ, ഹീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് അറിയാം, മാധവൻ ഒരു 1-1 നടനാ. അല്ലെങ്കിലും ഇവിടെ നോക്കിയ കിടലൻ ക്യാരക്ടർ കിട്ടി പിടിച്ച് പുള്ളി കത്തിച്ചു. അണ്ണന്റെ ഒരു സ്വാഗും എങ്ങനെ പുള്ളിയുടെ പുള്ളി വരുന്ന പോർഷൻസിലൊക്കെ പുള്ളി കത്തിച്ചിട്ടുണ്ട്. ഇൻ എവരി ആംഗിൾ മാധവൻ ഡിഡ് ഹിസ് ജോബ് റിയലി വെൽ. പിന്നെ അർജുൻ രാംപാല്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് അർജുൻ രാംപാൽ. ഓം ശാന്തി ഓം പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അർജുൻ രാംപാല് വേറെ ലെവൽ ആക്ടറാണ് അർജുൻ രാംപാല്. ഇവിടെ വേണമെങ്കിൽ അക്ഷയ് ഖന്നയുടെ ഫസ്റ്റ് വില്ലനിസം വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ കമ്പയർ ചെയ്യാം. ബട്ട് ഐ എം നോട്ട് റെഡി ടു കമ്പയർ ദാറ്റ് വിത്ത് ദിസ്. അക്ഷയ് ഖന്ന ഓഫ് കോഴ്സ് വി മിസ് അക്ഷയ് ഖന്ന ഇൻ ദുരന്തർ റിവെഞ്ച്, ബട്ട് മിസ്സിങ് തന്നെയാണ്. ബട്ട് ഇവിടെ അർജുൻ രാംപാൽ ഒട്ടും കുറവല്ല. അർജുൻ രാംപാലിന്റെ ഇതിന്റെ അകത്തുള്ള ക്യാരക്ടർ എന്താണോ അന്ത ക്യാരക്ടർ അയാള് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അർജുൻ രാംപാല്. സഞ്ജയ് ദത്ത് ഓൾസോ. Sanju Baba is nice, man. Sanju Baba is always nice. Sanju Baba did his role really well. Nice ആണ് ചങ്ങാതി, നൈസ് ആണ് സഞ്ജു. കിടിലൻ മാൻ, കിടിലൻ. ഈ പടത്തില് എവ്രി വൺ മാൻ. ഞാൻ ദുരന്തർ റിവ്യൂ ചെയ്തപ്പോഴേ പറയണ്ടായിരുന്നു, ഇതിന്റെ അകത്തുള്ള എവ്രിതിങ്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, അതേപോലെ എന്താ പറയാ കാസ്റ്റിംഗ്, പെർഫെക്ഷൻ.
ടെക്നിക്കലി ബ്രില്യൻ, പെർഫെക്റ്റ് കാസ്റ്റിംഗ്, എല്ലാ രീതിയിലും. ഇതിലിപ്പോ പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞ് എടുത്തിട്ട് പറയുന്ന സമയത്ത് ഓക്കെ വേണമെങ്കിൽ പറയാം, പ്രൊപ്പഗാൻഡ ഞാൻ എന്ന് പറയാം, പ്രൊപ്പഗാൻഡ. മോനെ നമ്മൾ പോയിട്ട് കാണുന്ന ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ കാണുമ്പോൾ സിനിമയെ കുറിച്ച് പറയാനും സിനിമ ആസ്വദിക്കാനോ താല്പര്യം. അല്ലെങ്കിൽ ഇത് പ്രൊപ്പഗാൻഡ ആണോ, ഓക്കെ, ഇതിൽ എവിടെയൊക്കെയാണ് പ്രൊപ്പഗാൻഡ, ഇതിൽ എന്തൊക്കെ കാണിക്കുന്നതാണ് പ്രൊപ്പഗാൻഡ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പടത്തിന് പോകണ്ട. സിനിമയ്ക്ക് കേരള സ്റ്റോറി ഐ ഡിഡ്ന്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു വാച്ച് ദ മൂവി. ഞാൻ കണ്ടില്ല, ഐ ഡോണ്ട് ഹാവ് ടു, ബിക്കോസ് അതൊരു സിനിമ എന്നുള്ള രീതിയിൽ കാണേണ്ട ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. ബട്ട് ദുരന്തർ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദുരന്തറിനെ നമുക്ക് മറ്റേ കേരള സ്റ്റോറി ആയിട്ട് ഐ എം നോട്ട് റെഡി ടു കമ്പയർ. ദാറ്റ്സ് മൈ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ്. ദുരന്തർ ഈസ് ഡിഫറെന്റ് ആൻഡ് ദുരന്തർ വേറെ റേഞ്ചിൽ നിൽക്കുന്ന സാധനമാണ്. എനിക്ക് ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു സിനിമയെ കുറിച്ച് ഇത്ര സംസാരിക്കണം. മറ്റത് എക്സൈറ്റ്മെന്റ് മാത്രമായി പോകും. ഇത് എനിക്ക് ഇങ്ങനെ ഇത് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയുമ്പോൾ ഒരു സുഖ പടത്തിനെ കുറിച്ചിട്ട്. മ്യൂസിക് ഫസ്റ്റ് പാർട്ടിലും മ്യൂസിക്കിന്റെ കാര്യത്തില് ഓരോ ഓരോ സീൻസിൽ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ ലെവലാ. ഇതിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒട്ടും കുറവല്ല, അതേ ലെവലില് മ്യൂസിക്, ഫൈറ്റ് സീക്വൻസുകള്, വയലൻസ് 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 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമല്ല. ഇതിന്റെ അകത്തൊക്കെ തലയൊക്കെ അറുത്തിട്ട് തലയും കൊണ്ട് ഫുട്ബോൾ കളിക്കണ സീനൊക്കെ ഉണ്ട്. കാല് അറക്കുന്ന സീന്, അമ്മാതിരി ലെവലുള്ള വയലൻസുകള്. അതാണ് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊന്നും ഇല്ല അതിന്റെ അകത്ത്. അങ്ങനെ റോ ആയിട്ട് കാണിക്കുകയാണ് വയലൻസ് എവ്രിതിങ്. ഞാൻ പറഞ്ഞത് നേരത്തെ വീണ്ടും പറയുന്നു, തട്ടിക്കൂട്ട് പരിപാടികളല്ല ഈ എടുത്തു വെച്ചിരിക്കുന്നത്. 4 മണിക്കൂർ പടം എന്ന് പറയുമ്പോഴേ 4 മണിക്കൂർ ഹാപ്പനിങ്സാ. ഒരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. പ്രൊപ്പഗാൻഡ, രാഷ്ട്രീയം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് പറയാം. പക്ഷെ we should not miss the theater experience and we should not miss how they made the movie. ആൻഡ് നമുക്കത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് മിസ്സാക്കാൻ റെയർ ആണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കൈൻഡ് ഓഫ് സിനിമകളൊന്നും കിട്ടുന്നതല്ല. മനസ്സിലായി? എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സിനിമകളാണ് ഇതെല്ലാം, പ്രത്യേകിച്ച് സ്പൈ കൈൻഡ് ഓഫ്. ഇപ്പോ എന്താ പറയാ, നമ്മൾ ഈ മറ്റേ ഞാനൊരു ഷാറുഖ് ഖാൻ ഫാനാണ്. ഇപ്പൊ പത്താനൊക്കെ വന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ആ യൂണിവേഴ്സ് തന്നെ പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് അവരൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തോന്നിപ്പോവുകയാണ്. കാരണം അയ്യോ, ഇതൊക്കെ കാണുമ്പോൾ അത് കളിപ്പാട്ടങ്ങളെ പോലെ എനിക്ക് തോന്നണേ. മനസ്സിലായ? അപ്പോ ആ ലെവലിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികൾ വളരെ സീരിയസ് നോട്ടിലൊക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ വരിക എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട്, തട്ടിക്കൂട്ടല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള ഒരു എഫേർട്ട്, ജെനുവിൻ ആയിട്ട് എല്ലാ രീതിയിലും പുറകിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ജെനുവിൻ ആയിട്ടുള്ള എഫേർട്ട് വരിക, ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ റെയറാ. ഇങ്ങനെ പിടിച്ചിരുത്തുന്ന 4 മണിക്കൂറൊക്കെ ഒരു തിയേറ്ററിൻ്റെ അകത്ത് പോയി കുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയാണോ? അങ്ങനെ ഇരുത്തുന്ന ഒരു നല്ല അത്രയും പണിപ്പെട്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പൊ ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയാ, നമ്മുടെ സാറാ അർജുൻ, ഐ ലവ് ഹർ മാൻ, ഐ റിയലി ലവ് ഹർ. ഇപ്പൊ ലവ് ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം അതല്ലാട്ടാ, ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അവരുടെ ക്യാരക്ടർ. ഇപ്പൊ ഫസ്റ്റ് പാർട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാഗം മാത്രമാണ് ആക്ച്വലി കാണിച്ചത്, ഒരു റൊമാൻറ്റിക് സൈഡ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റഫ് മാത്രമാണ് ആക്ച്വലി കാണിച്ചത്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഷീ ഗോട്ട് എ നൈസ് തിങ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇതിന്റെ അകത്ത് ആക്ച്വലി കാണിക്കുന്നത്. ആൻഡ് ഷീ ഡിഡ് ഇറ്റ് റിയലി വെൽ. നന്നായി ചെയ്തിട്ടുണ്ട്. മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്യാരക്ടർ ആയിരുന്നു അത്. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് അവർ മിസ്മാച്ച് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ആൻഡ് ദാറ്റ് ടൈം ഓൾസോ എന്താ പറയുക, ഐ ഡിഡ്ന്റ് അഗ്രി വിത്ത് ദാറ്റ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ബിക്കോസ് എനിക്കറിയാം ആ ക്യാരക്ടർ വെറുതെ കൊണ്ടിരില്ല. ആ ക്യാരക്ടറിന് വാല്യൂ ഉണ്ട്. ആ സിനിമയിലും എനിക്ക് വാല്യൂ ഉള്ളതായിട്ട് തന്നെയാണ് ആക്ച്വലി തോന്നിയിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയിലേക്ക് ഇപ്പൊ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ആ ക്യാരക്ടർ ജെനുവിൻലി ആ ക്യാരക്ടറെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ മെച്യൂരിറ്റി ലെവൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്.
ആൻഡ് ഇതിന്റെ അകത്ത് എന്താ പറയാ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞെട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ളൊരു തോന്നിയത് ബഡേ ബായ്, ബഡേ സാബ്, ആ സീന് പെട്ടെന്ന് ആ പിക്ചർ കാണിച്ചപ്പോ ഞാൻ, കാരണം അതിന് മുമ്പ് കണ്ടിട്ടില്ല. മറ്റു സിനിമകളിലൊന്നും ആക്ച്വലി എന്താണ്, മറ്റു സിനിമകളിൽ നിന്നല്ല, ഏതെങ്കിലും സിനിമകളിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? പേരൊക്കെ മേ ബി പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെ പിക്ചറൊക്കെ കാണിച്ച് അതിനെ ഭയങ്കര കാര്യമായിട്ട് ഒരു ക്യാരക്ടർ കൊടുത്ത് എന്താ പറയാ അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? ഐ ഡോണ്ട് റിമെമ്പർ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ അകത്തേക്ക് വരുമ്പോ അതുണ്ട്. അപ്പൊ എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്ത് എല്ലാം ന്യൂ ആയിട്ടുള്ള തിങ്സ് ആണ് കാണുന്നത്. ദാറ്റ്സ് വൈ ഐ എം ടോക്കിംഗ് ലൈക്ക് ദിസ് എന്താ പറയാ ബ്ലഡി എന്താ പറയാ കിടിലം വാച്ച് എക്സ്പീരിയൻസ്. ദിസ് ഈസ് വാട്ട്, ദിസ് ഈസ് ഹൗ ഐ ഫെൽറ്റ് about Durandar the Revenge. That's it. Bye bye. Have a nice day, buddies. So don't miss this movie in theaters. Go and watch in theater. എന്താ പറയാ, തമിഴ് വേണമെങ്കിൽ തമിഴ്, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി. ഹിന്ദി വിത്ത് സബ് ടൈറ്റിൽസ് ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുന്നത്. സോ ഇഫ് യു വാണ്ട് വാച്ച് ഇറ്റ് ഇൻ original language, you can go and watch it in original language with subtitles. Or else, if you don't want to എന്താ പറയാ take risk, you can go and watch Tamil and enjoy. Bye bye.